Hello everyone, so good morning and welcome back. ഇന്ന് നമ്മൾ another boho painting ആണ് ചെയ്യാൻ പോകുന്നത്. So for today, boho painting നമ്മൾ almost center of the page we are going to draw the circle. ഒരു സർക്കിൾ വരയ്ക്കുന്നു. ഇനി ഞാൻ ഓറഞ്ചിൻ്റെ ഷെയ്ഡിലുള്ള ഒരു പേസ്റ്റൽ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു പെൻ എടുത്തിട്ടുണ്ട്. യു ക്യാൻ ചൂസ് ഓറഞ്ചിൻ്റെ ഷെയ്ഡിലുള്ള എനി ഷെയ്ഡ്സ്. ആൻഡ് ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് അല്ല, ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ആൻഡ് നമ്മളതിന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗണിഷ് ഓറഞ്ച് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഇതാട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഡാർക്കർ ആവാൻ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഫില്ല് ചെയ്യുന്നത്. ഇതിനുള്ളിലേക്ക് ഞാൻ നല്ലൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കുകയാണ്. നമുക്ക് യെല്ലോ ഷെയ്ഡിന് അതിൻ്റെ ബോർഡർ ഒന്ന് ഞാൻ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. കോമ്പസ് കൊണ്ട് വരച്ചതുകൊണ്ട് തന്നെ അത് ബോർഡർ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ കൊടുത്ത അതേ ഷെയ്ഡ് ഞാൻ ഇവിടെ കൊടുത്ത ഷെയ്ഡ് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് എൻഡായിട്ടുള്ള ഇവിടെ കൊടുക്കുകയാണ്. അത് നമ്മൾ ഒരു കേർവി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാനത് വീണ്ടും ഫില്ലിങ്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ബോഹോ പെയിൻറ്റിങ് ആയതുകൊണ്ട് തന്നെയും ഫ്രീ ഹാൻഡ് ആയതുകൊണ്ടും ഇതിൽ ചെറിയ വ്യത്യാസമോ ചേഞ്ചോ ഒക്കെ നിങ്ങൾ വരുത്തിയാലും നീളത്തിലും എന്തെങ്കിലും വരുത്തിയാലും ദറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മൾ മണ്ഡല ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ വർലി ആർട്ട് ചെയ്യുന്ന പോലെയോ ഒന്നും അല്ല. കുറച്ചൊരു ഫ്രീ ഫ്ലോയിങ് ആണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പെയിൻറ്റിങ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു കളർ കൊടുക്കാൻ പോകുക. ആദ്യം നമ്മളൊരു ടേക്ക് ഈ ഒരു കളർ ബ്ലൂ ആണ് എടുക്കുന്നത്. ബ്ലൂ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ കേർവ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ട് ഇതിൻ്റെ ആ യെല്ലോയുടെ സൈഡിൽ കൂടെ പോയിട്ട് ഈ ഒരു അറ്റത്ത് കൊണ്ടുവന്ന് അവസാനിപ്പിച്ചു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നേരെ താഴേക്ക് കൊണ്ടിട്ട് ഇങ്ങനെ ഇനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫോർ ദ ടൈം ബീങ് ഞാൻ താഴെ നിന്ന് ഫില്ല് ചെയ്ത് വരികയാണ്. നമ്മളിങ്ങനെ ഫുള്ളിത് കൊടുത്തു. ഒരു ഡാർക്ക് ബ്രൗൺ. ഓൾറൈറ്റ്, ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡാർക്ക് ബ്രൗൺ എടുത്തിട്ട് ഇവിടെ വീണ്ടും ഈ ഒരു അറ്റത്തും കൂടെ കൊടുക്കുകയാണ്. ഒരു എർത്തി ടോണിലുള്ള ബ്രൗൺ ആണ് ഇത്. ഇത്രയും കൊടുക്കും. ഇതാണ് നമുക്ക് കളർ പാർട്ടിൽ വരുന്നത്, ഇത്രയും. ഓക്കെ, സോ ഇന്ന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഐ എം യൂസിങ് ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേഷ് ടോണിലുള്ള ഗിൽറ്റർ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ, നോ ഇഷ്യൂസ്. നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെൻറ്ററിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ ഇടുക. ഇത്തിരി കർവി ആയിട്ടുള്ള ലൈൻ. എന്നിട്ട് ഞാൻ കുറച്ചിങ്ങനെ സിക്സാക്ക് മോഡലിലുള്ള ഒരു ലീഫാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. എൻ്റെ സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കും. സെയിം തന്നെയാണ് പിന്നെ സിക്സാക്ക് ഷേപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് കൂർത്ത് കൊടുക്കും. ഐ മീൻ പോയിൻറ്റഡ് ആക്കിയിട്ട് കൊടുക്കും.
ഇങ്ങനെ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു ലീഫ് വരുന്നത്. ഇനി നെക്സ്റ്റത്തത് ഞാൻ ഇതേ ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേ ഷേപ്പിലുള്ള നേരത്തെ കൊടുത്ത പോലെ തന്നെ കേർവി ആയിട്ടുള്ള ലീഫുകൾ കൊടുക്കുകയാണ്. മേക്ക് ഷുവർ ഈ ലീഫും ആ ലീഫും കൂടെ കൂട്ടി ഇടിക്കുന്നില്ല എന്നുള്ളത് നോക്കണം. നല്ല നീളത്തിൽ കൊടുത്തോളൂ കേട്ടോ, എന്നാൽ തന്നെ ആ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കുള്ള ലീഫും ഒരു പോയിൻ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ ക്ലീൻ ആയിരിക്കും അങ്ങനെ കിട്ടുന്നത്. ഇന്ന് ഗ്ലിറ്റർ യൂസ് ചെയ്യാൻ കാരണം അത് കുറച്ച് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടില്ലേ, അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 2 ലൈൻസ് കൊടുക്കുന്നുണ്ട് ഈ കോർണറിൽ നിന്ന്. എന്നിട്ട് ഞാനതിങ്ങനെ 2 ചെറിയ 2 ഇല വരച്ചു കൊടുത്തു. ഇതേപോലെ തന്നെ സെയിം ഈ അറ്റത്തും കൂടെ നമുക്ക് കൊടുക്കാം. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ. ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഈസിയാണ്. കൂടുതലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് കൂടുതൽ വർക്ക് വരുന്നത്, ഉള്ളിൽ ഫില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഗിൽറ്റർ പെൻ വെച്ചതുകൊണ്ട് അതൊരു നല്ലൊരു ഗിൽറ്റി ടോണിൽ നിൽക്കുന്നുണ്ട്.